നമുക്കിന്നൊരു ഇൻഡോ ചൈനീസ് റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ പേര് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ മഞ്ചൂരിയൻ. മിക്സഡ് വെജിറ്റബിൾ മഞ്ചൂരിയൻ എന്നൊക്കെ പറയുമ്പോൾ പേരിന് കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ പക്കോറ അല്ലെങ്കിൽ മിക്സഡ് വെജിറ്റബിൾ പക്കോട എന്ന് പറയില്ലേ, ഇത് ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിലുള്ള സോസുകളും കൂടി ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ മിക്സഡ് വെജിറ്റബിൾ പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ അതിന്റെ സോസുകളും ചേർത്ത് ഗ്രേവി ആക്കുന്നത്, രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. ഒരു സ്നാക്കും റെഡിയാക്കാം, അതുപോലെ തന്നെ കറിയും റെഡിയാക്കാം. ചപ്പാത്തിയുടെ അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള കറിയും റെഡിയാക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ മഞ്ചൂരിയൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ മഞ്ചൂരിയന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സവോള, ഒരു ചെറുനാരങ്ങ, പിന്നെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ്, സോയ സോസ്, ചില്ലി സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൽ ഇപ്പോൾ നമുക്ക് വെജിറ്റബിൾസിൽ വ്യത്യാസം വരുത്താം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജിൻ്റെ കൂടെ തന്നെ നമുക്ക് കോളിഫ്ലവർ ചേർക്കാം, അതുപോലെ ബീട്രൂട്ട് ചേർക്കാം. ബീട്രൂട്ട് ചേർക്കുമ്പോൾ കളർ വ്യത്യാസം വരും നമ്മുടെ മഞ്ചൂരിയൻ്റെ. എങ്കിലും ബീട്രൂട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ബീട്രൂട്ട് ചേർക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ബാക്കി ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ വെജിറ്റബിൾസ് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. നമ്മുടെ വെജ് പക്കോടയ്ക്ക് മുറിക്കുന്നത് പോലെ മുറിച്ചെടുക്കുക. അപ്പോൾ ഓരോന്നിൻ്റെയും അളവ് ഞാൻ മുറിച്ചതിന് ശേഷം പറയാം എത്ര വീതമാണ് എടുക്കുന്നതെന്നുള്ളത്. ആദ്യം ഒന്ന് മുറിച്ചെടുക്കട്ടെ. ക്യാപ്സിക്കം 2 വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഗ്രേവിക്ക് വേണ്ടിയും ഇത് നമുക്ക് പക്കോറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സവോളയും 2 വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും മാറ്റി മാറ്റി എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ക്യാബേജ് കൊത്തി എരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ബൗൾ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് ക്യാബേജുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഓരോ കപ്പ് വീതം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന സവോളയിൽ നിന്ന് ഒരു സവോള, അതായത് 1/2 കപ്പ് സവോള. പിന്നെ നമ്മുടെ ക്യാപ്സിക്കവും ഒരു ഹാഫ് പോർഷൻ, 1/2 കപ്പ് ക്യാപ്സിക്കം. കപ്പിൻ്റെ അളവ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ് വേണം. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അധികം പുളി വേണ്ട. ലെമൺ ജ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ വിനെഗർ ചേർക്കാം, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ലെമൺ ജ്യൂസ് ചേർക്കുമ്പോഴാണ്. പിന്നെ 1/2 കപ്പ് കോൺഫ്ലോർ. ഇത് കൂടാതെ നമുക്ക് 2 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലോർ വേണം. ഇത് ഗ്രേവിയിലേക്കായിട്ടാണ്. നിങ്ങളിത് ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ ആയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ വെജിറ്റബിൾ പക്കോറയുടെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മൾ വെള്ളം ചേർക്കേണ്ട. വെജിറ്റബിൾസ് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം വന്നോളും. അപ്പോൾ ഈ പക്കോറ കറക്റ്റ് ആവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ വരും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടതെന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇതുപോലെ ഒരു മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കുഴച്ചിട്ട്. ഇനിയിപ്പോൾ ചെറിയ വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോൾസ് ഇൻസൈഡ് കുക്കാവണം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലൊക്കെ ആക്കിയെടുക്കുക. അതിന് മുന്നേ നമ്മൾ ആദ്യം കൈ നന്നായിട്ട് കഴുകുക. പിന്നെ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് തടവിയിട്ട് ബോൾസ് ആക്കി എടുക്കാം. വെള്ളത്തിൽ അധികം ഡിപ്പ് ചെയ്യാതിരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എണ്ണയിലേക്ക് നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ബോൾസ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ കൈ കഴുകട്ടെ, എണ്ണ ചൂടാക്കാൻ വെക്കട്ടെ. ഇതിൻ്റെ ഉപ്പും എരിവും ഒന്ന് കറക്റ്റ് ചെയ്യാം. വെജിറ്റബിൾസിന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം.
അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് എണ്ണ കയ്യിൽ ഇതുപോലെ ഒന്ന് തടവിയതിന് ശേഷമാണ് ചെറിയ ബോൾസ് ഉരുട്ടിയെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈദപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ് എണ്ണ തടവുന്നത്. ഈ വലുപ്പത്തിലുള്ള ബോൾസായിട്ട് ഉരുട്ടി എണ്ണയിലേക്ക് ഇടുക. വീണ്ടും എണ്ണ തടവിയതിന് ശേഷം ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ നമുക്ക് ബോൾസ് ആദ്യമേ റെഡിയാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ എണ്ണയിലേക്ക് ഉടനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബോൾസ് ഇട്ടിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കൂടുതലായിരിക്കും എണ്ണയ്ക്ക്, അപ്പോൾ ഇൻസൈഡ് കുക്കാവില്ല. നമ്മൾ വെജിറ്റബിൾസ് ഒന്നും കുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇൻസൈഡും ഔട്ട് സൈഡും ഒരുപോലെ കുക്കായി കിട്ടണം. ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഒരുപാട് വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിലും പെർഫെക്റ്റ് ആവില്ല. അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന പൊടിയുടെ അളവ് കുറവാണെങ്കിലും നമുക്കിതുപോലെ ബോൾസ് പൊട്ടിപ്പോകാതെ കിട്ടില്ല കേട്ടോ. ബോൾസ് വിട്ട് പോകും പൊടി കുറവാണെങ്കിൽ. പൊടി ആവശ്യത്തിന് ചേർക്കണം. അതാണ് ഞാൻ എല്ലാത്തിൻ്റെയും വെജിറ്റബിൾസിൻ്റെ അളവ് പറഞ്ഞത്. അതനുസരിച്ച് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നതും. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബോൾസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഈ ബോൾസ് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പക്കോറാസ് മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് ഈ പക്കോറ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം സ്പ്രിംഗ് ഓണിയൻ്റെ ഈ വൈറ്റ് പാർട്ട് ആഡ് ചെയ്യാം. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഉടനെ തന്നെ സവോള വലിയതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം 2 രീതിയിൽ സവോള കട്ട് ചെയ്തല്ലോ, അതിൽ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ട് ഉടനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സവോളയിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന സോസുകൾക്കൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ സോസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഈ സമയത്ത് തന്നെ 1 കപ്പ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യാം. സവോളയും കൂടെ ഓവർ കുക്കായി പോകണ്ട, അതുകൊണ്ടാണ് നമ്മൾ സവോള ഹാഫ് കുക്കായി വരുമ്പോൾ തന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലേ നമ്മുടെ മഞ്ചൂരിയന് കളർ ഉണ്ടാവുള്ളൂ. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ വെജിറ്റബിൾസിൻ്റെ ബോൾസ് റെഡിയാക്കിയപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ. പിന്നെ ചില്ലി സോസും ചേർക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി സോസ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒന്ന് കുക്കാവുമ്പോൾ തന്നെ ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോസുകൾ ചേർക്കുമ്പോൾ എരിവും പൊടിയും എല്ലാം വരും. അപ്പോൾ ചില്ലി സോസിൻ്റെ എരിവുണ്ടാവും, പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസിന് ചെറിയൊരു പുളി ടേസ്റ്റും ഉണ്ട്, ചെറിയ മധുരവും ഉണ്ട്. പിന്നെ നമ്മൾ ബോൾസ് റെഡിയാക്കിയപ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ പുളി ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി സോസുകൾ ആഡ് ചെയ്ത് തുടങ്ങാം. സോയ സോസ്, ചില്ലി സോസ്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സോസുകളും കൂടി ഒന്ന് കുക്കാവണം. ഇപ്പോൾ നമ്മുടെ സോസുകളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറും വെള്ളവും ചേർന്ന മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ തിളച്ച് കുറുകി പോരുത്. അപ്പോൾ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് നോക്കുക എത്ര ഗ്രേവി ഉണ്ട്. ഗ്രേവി ഇനി കുറുകി വരും. അപ്പോൾ നമുക്ക് സെമി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രേവി നമ്മുടെ ബോൾസിലൊക്കെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മഞ്ചൂരിയനാണ് വേണ്ടതെങ്കിൽ ഇത്രയും ഗ്രേവി മതി. ഞാനിപ്പോൾ സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലോർ ഒന്ന് കുക്കായി വരണം എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഗ്രേവി തിക്കാവുള്ളൂ, കോൺഫ്ലോർ കുക്കാവില്ല. അപ്പോൾ ഒന്ന് കുക്കായി വരട്ടെ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. എരിവ് കൂടുതലാണെങ്കിൽ പഞ്ചസാര ചേർക്കാം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയോ ചില്ലി സോസോ ആഡ് ചെയ്യാം. അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളർ മാത്രമേ ഉള്ളൂ. കാശ്മീരി ചില്ലി പൗഡർ അല്ല ചേർക്കുന്നതെങ്കിൽ ഈ കളർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പക്കോറസ് ആഡ് ചെയ്യാം. അപ്പോൾ അത് ഗ്രേവി ഇനിയും തിക്കാവണമെന്നുണ്ടെങ്കിൽ ഇനിയും തിക്കാക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്തുക. ഞാനപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇത് കണ്ടോ, ഇത്രയും കുറുകി വന്നപ്പോൾ തന്നെ ഇനി ചേർക്കാണ്. ഇത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി പക്കോറാസ് ഈ ഗ്രേവി ഒന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും ഈ സോസുകളെല്ലാം പിടിച്ചോളും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി തന്നെ വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ പക്കോറാസ് ചേർത്തിട്ട് നമ്മുടെ ഗ്രേവി തിളയ്ക്കുന്നുണ്ട്. ഇത്രയും മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് മാറി വരുമ്പോൾ വീണ്ടും കുറുകി വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മഞ്ചൂരിയൻ, മിക്സഡ് വെജിറ്റബിൾ മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മൾ വെജ് പക്കോറാസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക. പകുതി കറി ഉണ്ടാക്കാനും പകുതി വൈകുന്നേരം ചായക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2 റെസിപ്പിയും ഒരേ ഇതിൽ ചെയ്യാം. പിന്നെ ഈ ഗ്രേവി ആക്കി എടുക്കാനുള്ള കുറച്ച് സമയം ഒരു 5-10 മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും എല്ലാം കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിക്കായി കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഗ്രേവി. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.